ഞാൻ വാതിൽ തുറന്നുതരാം. വേണ്ട, ഞാൻ കുറച്ചേരം കൊണ്ട് നോക്കിയെന്നോട്ടെ. വിനോദ ആയിഷയെ നോക്കിയെന്ന പോലെ. ഷോ, ഇങ്ങനെ നോക്കല്ലേ മനു, എനിക്ക് എന്തോ പോലെ. എന്നാ ഞാൻ അപ്പുറത്ത് കൂടെ വരാം. തുറക്ക്. ഹിമാലയത്തിന്റെ ടോപ്പിൽ ബുള്ളറ്റുമായിട്ട് നിൽക്കുമ്പോഴാണ് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ചിഞ്ചുവിൻ്റെ വിളി വരുന്നു. പിന്നെ ഞാൻ ഒറ്റ വിടലായിരുന്നു 100 എൻ്റെ ചിഞ്ചുവിനെ കാണാൻ. ഹിമാലയത്തിന്റെ ടോപ്പിൽ ബുള്ളറ്റ് ഒക്കെ കയറുവോ? പിന്നെ ജമ്മു വഴി കാട്ടിക്കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ മേജർ രവിക്ക് അതുവഴിയല്ലേ പോണേ. സിനിമാക്കാരെയൊക്കെ അറിയാല്ലേ? മനുവിന് സിനിമയിൽ അഭിനയിച്ചൂടെ? നല്ല ഗ്ലാമർ ആണല്ലോ. താല്പര്യമില്ലെന്നേ. എനിക്ക് യാത്രകള്, ബുള്ളറ്റ്, ഹിമാലയൻ മലനിരകൾ ഇതൊക്കെയായിരുന്നു താല്പര്യം. ഇപ്പൊ ആരോടാ താല്പര്യം? അത് ഇപ്പം എൻ്റെ ചിഞ്ചുവിനോട്, എൻ്റെ ചിഞ്ചുവിനോട് മാത്രം. മുസൂറിയൻ ഫെനി, എൻ്റെ മുത്തിന് മനുവിൻ്റെ സമ്മാനം. ഇവനെ കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്ന് വലിക്കാം, നീ അവിടെ കടന്നു വലി. ഓർമ്മയുണ്ടോ ചിഞ്ചുവിന് ഞാൻ ആദ്യമായിട്ട് ചിഞ്ചുവിൻ്റെ പോസ്റ്റിന് ലൈക്ക് അടിച്ച്? മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ഡെറാഡൂണിലായിരുന്നു. ഇപ്പം ചിഞ്ചുവിൻ്റെ വീട്ടിലും. ഇവിടെ ഞാനും ചിഞ്ചുവും മാത്രം, ഈ അടച്ചിട്ട മുറിയിൽ. വാട്ട്സ് നെക്സ്റ്റ്? എല്ലാം ചിഞ്ചുവിൻ്റെ ഇഷ്ടം. ഓരോരോ യോഗം. ശോ, അടി ഇമ്പക്കുയിലെ നീയ കാതൽ റാണി, വിരൽ പട്ട നൊടിയിൽ നീയൻ മോഹവീണി, കാമനിൻ പൈങ്കിളി കാതലിൻ തേൻതുളി, കാമനിൻ പൈങ്കിളി കാതലിൻ തേൻതുളി. ഓ ഓ അടി ഇമ്പക്കുയിലെ നീയ കാതൽ റാണി, വിരൽ പട്ട നൊടിയിൽ നീയൻ മോഹവീണി, കാമനിൻ പൈങ്കിളി കാതലിൻ തേൻതുളി, കാമനിൻ പൈങ്കിളി കാതലിൻ തേൻതുളി. ഓ ഓ ഇതെന്തിങ്ങനെയൊക്കെ? ഇതാണ് അതിന്റെ ഒരു രീതി. മൊത്തം വരിഞ്ഞ് കേട്ടിക്കോ. വായിൽ മാത്രം തുണി തരരുത്, ഉമ്മ വയ്ക്കാൻ പറ്റില്ല. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. അയ്യോ, പട്ട് പട്ട് സിഗ്നൽ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്.